Hello engineers! എല്ലാവരും കാത്തിരുന്ന ഒരു എക്സാമാണ് PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിൻ്റെത്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവുക. കാരണം എന്താണ്, ഒരുപാട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഓവർസിയർ ലെവൽ എക്സാമാണ്. ഇനി നമുക്ക് വരാനിരിക്കുന്ന ഏറ്റവും വേക്കൻസി ഉള്ളതും ഇതേ പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു സംശയം ഉണ്ടാവും, ഇനി നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ തീരുമോ, അല്ലെങ്കിൽ സിലബസ് മുഴുവൻ കവർ ചെയ്ത് തീരുമോ, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തീരുമോ, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ളൊരു ഡൗട്ടിൽ നിൽക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കഴിഞ്ഞ എക്സാമിന് സിലബസ് പബ്ലിഷ് ചെയ്ത സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ, സർവേ, ഓട്ടോക്യാഡ്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് സിലബസ് പബ്ലിഷ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. ഈ അടുത്താണല്ലോ PSC ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് എസ്റ്റിമേഷനിൽ നിന്നായിരുന്നു. എസ്റ്റിമേഷനിൽ നിന്ന് 16 ക്വസ്റ്റ്യൻസും അതിനുശേഷം സർവേ ആണ് വെയിറ്റേജിൽ വന്നത്. സർവേയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്ന് 12 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ബിൽഡിംഗ് മെറ്റീരിയലിൽ നിന്ന് 7 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിൽഡിംഗ് മെറ്റീരിയലിൽ 7ഉം അതേപോലെ തന്നെ കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്നൊരു 4 ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓട്ടോക്യാഡിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായ സബ്ജക്റ്റുകൾ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും ഈ ഒരു സബ്ജക്റ്റിനൊക്കെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച സബ്ജക്റ്റുകൾ പറഞ്ഞത്. ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, സിലബസ് ഡൗൺലോഡ് ചെയ്യണം. സിലബസ് ഡൗൺലോഡ് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. കാരണം നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം എന്നറിയാനും അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം എന്നറിയണമെങ്കിൽ സിലബസ് അനിവാര്യമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടെന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് കുറച്ചുകൂടെ നന്നായിട്ട് അറിയുന്നത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ വീക്ക് എന്നുള്ളത് ഓരോരുത്തരിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ചില സബ്ജക്റ്റുകൾ എവിടേക്കോ കുറച്ച് പോർഷൻ പഠിച്ചിട്ടുണ്ടാവും, ഒന്ന് പൊടി തട്ടി എടുത്താൽ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സബ്ജക്റ്റുകൾ ഒരു കാറ്റഗറിയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റുകൾ ഒരു കാറ്റഗറിയിലും മാറ്റി നിർത്തുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മിക്സ്ഡ് ആക്കി പഠിക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു തിയറി സബ്ജക്റ്റ് ആണല്ലോ. ചിലപ്പോൾ ആ തിയറി സബ്ജക്റ്റിൻ്റെ ഒപ്പം നമുക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ കുറച്ചൊരു മാത്തമാറ്റിക്കൽ പേപ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു തിയറി, ഒരു പ്രോബ്ലം പേപ്പർ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയം, അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ള വിഷയം, ഇങ്ങനെ നിങ്ങൾ ക്ലബ് ചെയ്തിട്ട് സബ്ജക്റ്റുകൾ ക്ലബ് ചെയ്ത് വെക്കുക. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഒരു സബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മറന്നുപോകും അല്ലേ. അല്ലെങ്കിൽ മറന്നു പോകുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ബോറടിച്ച് തുടങ്ങും. അപ്പോൾ ആ ബോറടി മാറ്റാനാണ് നമ്മൾ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റും ടഫായിട്ടുള്ള സബ്ജക്റ്റും ക്ലബ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം പേപ്പറും ഒരു തിയറി പേപ്പറും ക്ലബ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. അതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എസ്റ്റിമേഷൻ, സർവേ, ഇതെന്തായാലും ഒഴിച്ചുകൂടാൻ പാടില്ല. അതേപോലെ തന്നെ ഡ്രോയിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്, ഓട്ടോക്യാഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോക്യാഡൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ, എന്നാലും ഒരുപാട് മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നൊരു സബ്ജക്റ്റാണ്. ഇങ്ങനെ നമ്മൾ സബ്ജക്റ്റുകൾ ക്ലബ് ചെയ്യുക. പിന്നെ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ഒരു 6 മാസത്തോളമാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു സമയമായിട്ട് കിട്ടുക. അല്ലെങ്കിൽ ഈവൻ ഒരു എക്സാം കലണ്ടർ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ PSC പബ്ലിഷ് ചെയ്യുന്ന കലണ്ടർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസം സമയം കിട്ടും. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ തിയറിയും പഠിക്കണം, ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ തിയറി നിങ്ങൾ എവിടെയാണ് റെഫറൻസ് എടുക്കേണ്ടതായിരിക്കും പിന്നെ വരുന്ന സംശയം. സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ലെവൽ എക്സാമിനും തേർഡ് ഗ്രേഡ് ഓവർസിയർ ലെവൽ എക്സാമിനും ക്വസ്റ്റ്യൻസ് അധികവും വരിക നിമിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നിമിയാണ്. അപ്പോൾ നിമിയിലുള്ള തിയറി നിങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ച് മുഴുവനെങ്കിലും വായിച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിന്റ്സ് ഒക്കെ നിമിയിൽ നിന്ന് മാറ്റി എഴുതി വെക്കുക. അപ്പം ഫസ്റ്റ് നിങ്ങൾ സബ്ജക്റ്റ് ക്ലബ് ചെയ്യുക. പിന്നെ നിങ്ങൾ നിമിയിൽ നിന്നുള്ള ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക.
ഇനി ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടൊക്കെ ചില ആൾക്കാർക്ക് ടെക്സ്റ്റ് ബുക്കല്ല നമ്മുടെ നിമിയൊക്കെ വായിച്ച് പഠിക്കാനൊക്കെ കുറച്ച് പ്രയാസമുള്ള ആൾക്കാരുണ്ടാവും. ഒരു ടീച്ചിങ് അസിസ്റ്റൻസോട് മാത്രം പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ കോഴ്സോ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു മെൻറ്ററിങ് കിട്ടുമ്പോഴും കറക്റ്റായിട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നൊരാൾ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ അത് ഈസി ആയിരിക്കും. ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെയും പഠിക്കാം. അപ്പം നിമി ഡൗൺലോഡ് ചെയ്ത് നിമിയിൽ നിന്നുള്ള ഒരു തിയറി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനി ദിവസം എത്ര നേരം പഠിക്കണം എന്നുള്ളതായിരിക്കും വേറെ വരുന്നൊരു സംശയം. നമ്മൾ ആൾക്കാരെ നോക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും പഠിക്കാനുള്ള ശേഷി വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. ചില ആൾക്കാർക്ക് ഒരു 3-4 മണിക്കൂർ എടുത്ത് മാത്രമേ ചില കണ്ടൻസ് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റ് ചില ആൾക്കാർക്ക്, ചില കുട്ടികൾക്ക് ഒറ്റ തവണ വായിച്ചാൽ മാത്രം പെട്ടെന്ന് തറവാവുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എങ്ങനെയാണ് പഠിക്കാനെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എത്ര നേരം പഠിച്ചാലാണ് ഒരു കാര്യം ഓർമ്മയിൽ നിൽക്കാമെന്ന് ഒരു ധാരണയിലെത്തുക. മിനിമം ഒരു 4 hours എങ്കിലും നിങ്ങൾ പഠിക്കണം. അപ്പം തിയറി പഠിക്കാനുള്ളത് ഒരു 3 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുക. തിയറി പഠിക്കാൻ ഒരു 3 മണിക്കൂറും അതിനോടൊപ്പം തന്നെ 1 മണിക്കൂർ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. ഓവർസിയർ ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് നമുക്ക് PSCയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ OMR ബുക്ക്ലെറ്റ് ഒക്കെ ബുക്ക് സ്റ്റോളിലൊക്കെ വാങ്ങാൻ പറ്റും നമുക്ക്. അങ്ങനത്തെ ഒരു OMR ബുക്ക്ലെറ്റ് വാങ്ങുക. എന്നിട്ട് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്ത് തന്നെ പഠിക്കുക. കാരണം എന്താണ്, നമ്മൾ ബബിൾ ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാം ഹാളിൽ പോകുമ്പം ഒന്നാമത് നമ്മൾ ടെൻഷനിലായിരിക്കും അല്ലേ. അപ്പോൾ ആ ടെൻഷൻ്റെ ഒപ്പം ചിലപ്പോൾ നമ്മൾ ബബിൾ ചെയ്യുന്നതൊക്കെ തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഓവർസിയർ ലെവലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്ത് തന്നെ കറക്റ്റ് ടൈം വെച്ച് ബബിൾ ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ തിയറി പഠിക്കുക, അതിനോടൊപ്പം തന്നെ ഡെയിലി നിങ്ങൾ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യണം. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്തം തിയറിയും പഠിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒരു ദിവസം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസും തിയറിയും ഒരുമിച്ച് കൊണ്ടുപോവുക. ഇനി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. എന്നിരുന്നാലും അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിലേക്ക് മാറ്റി എഴുതി വെക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ആദ്യം നിമിയിൽ നിന്ന് നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തിയറി പഠിക്കുക. തിയറി പഠിക്കാൻ ഡെയിലി ഒരു 3 അവർ മാറ്റി വെക്കണം. ആ 3 അവർ എന്ന് പറയുന്നത് ഒറ്റ സബ്ജക്റ്റ് അല്ല, സബ്ജക്റ്റ് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. സബ്ജക്റ്റ് മിക്സ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ 1.5 മണിക്കൂർ ഒരു സബ്ജക്റ്റും 1.5 മണിക്കൂർ ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ 2 സബ്ജക്റ്റ് തിയറി പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. പിന്നെ 1 മണിക്കൂർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ അതത് ടോപ്പിക്, ഓരോ തിയറി പഠിച്ചു കഴിയുമ്പോഴും അതത് ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു നിങ്ങളൊന്ന് റെഫർ ചെയ്യുകയും കൂടെ വേണം. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ഇങ്ങനെ പഠിക്കുക മാത്രം ചെയ്താൽ മതിയോ? പലരും പറയുന്ന കാര്യമുണ്ട്, ഞാൻ പഠിച്ചു മിസ്സേ, എല്ലാം പഠിച്ചു, പക്ഷേ എക്സാമിന് പോയപ്പോൾ ഞാൻ മറന്നുപോയി. ആ ഒരു ബുക്കിൽ ഇന്ന പേജിൽ ഇന്ന ലൈനിലാണെന്ന് വരെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ആ വാല്യൂ എനിക്ക് വിട്ടുപോയി എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ 4 hours ഡെയിലി നിങ്ങൾ പഠിക്കാൻ മാറ്റി വെക്കുക. അതുകൂടാതെ ഒരാഴ്ച നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് റിവൈസ് ചെയ്യുക കൂടി ചെയ്യണം. റിവൈസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ മൊത്തം നോട്ടൊന്നും വായിച്ച് നോക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വാല്യൂസൊക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വാല്യൂസൊക്കെ മാറ്റി മാറ്റി എഴുതി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ്. ഇപ്പോൾ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ വാല്യൂസ് മാറ്റി മാറ്റി എഴുതി വെക്കുക. പിന്നെ ഇപ്പോൾ സർവേയിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെയും ലീസ്റ്റ് കൗണ്ട് ഉണ്ടാവും. അങ്ങനെ ഒരേപോലെ വരുന്ന ലീസ്റ്റ് കൗണ്ട് എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഒരുമിച്ച് എഴുതി വെക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ക്ലബ് ചെയ്ത് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ആ നോട്ട് വേണം നിങ്ങൾ റിവൈസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. മറന്നു പോകുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും എന്താ പറയുക, നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. ഫുൾ ടൈം നിങ്ങൾ പഠിത്തമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു ദിവസമൊക്കെ, ആഴ്ചയിൽ 7 ദിവസമുള്ളതിൽ ഒരു 6 ദിവസമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ 5 ദിവസം നിങ്ങൾ 3 hours പഠിക്കുക, 1 മണിക്കൂർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഈ ആഴ്ചയിലുള്ള 5 ദിവസം പഠിച്ച കാര്യങ്ങൾ 6ാമത്തെ ദിവസം കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും പരിപാടികൾ വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരും. അപ്പോൾ അതിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കുന്നതിൻ്റെ സ്ട്രെസ്സൊക്കെ അതിൽ നിന്ന് പോകുന്നതായിരിക്കും. എക്സാം ഹാളിൽ പോയി കഴിയുന്ന സമയത്ത് പലർക്കും വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ ബബിൾ ചെയ്ത് തീരുന്നില്ല, അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്.
പല സ്റ്റുഡൻസും പറയാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി 100 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണോ എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതുന്നത് അതേപോലെ ബുക്സൊക്കെ മാറ്റി വെച്ച് കറക്റ്റ് ടൈം എടുത്ത് ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങളത് ചെയ്ത് തീർക്കണം. അപ്പോൾ ടൈം എടുക്കുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സാധാരണ നമുക്കിപ്പോൾ 1.5 മണിക്കൂറാണല്ലോ ഒരു PSC എക്സാം ഉള്ളത്. അതൊരു നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കുന്ന സമയത്ത് 1 മണിക്കൂർ മാത്രം സമയം വെക്കുക. അപ്പോൾ എന്താ, ടൈം കുറച്ചിട്ട് നമ്മൾ സ്പീഡായി വരും. ഇനി എക്സാം എഴുതുന്ന സമയത്ത് ചില ദിവസം നമുക്ക് മാർക്ക് വളരെ കുറവായിരിക്കും. നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ സ്വന്തം അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പോൾ ആരും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചില ദിവസം മാർക്ക് കുറവായിരിക്കും എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷേ നമ്മൾ ഒരു 10 ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 11ാമത്തെ ദിവസം നിങ്ങൾ ബെറ്റർ ആയിക്കോളും. നിങ്ങളുടെ നെഗറ്റീവ്സ് കുറയും. എക്സാം എഴുതി പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ്സ് വളരെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം ബബിൾ ചെയ്ത് എക്സാം എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കുക. ഇനി നെഗറ്റീവ്സ് കുറയ്ക്കുകയെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക നെഗറ്റീവ് മാർക്ക് വരും. ആ നെഗറ്റീവ് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാങ്കിൽ ഒരുപാട് വേരിയേഷൻ വരാറുണ്ടല്ലേ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ്സ് കുറയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യനെ അറിയുള്ളൂ എങ്കിൽ 2ാമത്തെ ദിവസം ചിലപ്പോൾ അത് 11 ആയിക്കോളും. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു മാറ്റം കാണാൻ പറ്റും. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നമ്പേഴ്സ് കൂടിയിട്ടുണ്ടാവും, അതേപോലെ തന്നെ നെഗറ്റീവ്സ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അതുവഴി നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആയിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പം ഈ ഒരു കോൺഫിഡൻസിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എക്സാം കുറച്ചുകൂടെ സ്മൂത്തായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടൈം മാനേജ്മെൻറ്റ് പറ്റുകയും ചെയ്യും. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ കണ്ടു മറന്നത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി എഗെയിൻ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരികയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു എക്സാം സ്ട്രാറ്റജി, ഇപ്പോൾ കഴിഞ്ഞ 2 എക്സാമിൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് നടന്ന ഹാർബർ എയ്ഡ് എക്സാം അതേപോലെ വർക്ക് സൂപ്രണ്ടൻറ്റ് എക്സാമിൻ്റെ ഒക്കെ പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ PSC കുറച്ച് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് എക്സാം പാറ്റേൺ അല്ലേ. കാരണം OC ലെവൽ എക്സാമിന് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് വെറുതെ തിയറി ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതിന് പകരം എന്ത് ചെയ്യണം, കൺസെപ്റ്റുകൾ പഠിച്ച് പോവാം. പണ്ടത്തെ കാലത്തൊക്കെ അല്ലെങ്കിൽ കുറച്ചൊരു 2-3 വർഷം മുന്നേ ഒക്കെ നമുക്ക് PSC ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് തിയറി പഠിച്ചിട്ട് അത് തന്നെയായിരുന്നു എക്സാമിന് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തരുമ്പോൾ ചിലപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റിൽ 3 എണ്ണം നമുക്ക് അറിയായിരിക്കും, 1 നമുക്ക് അറിയാത്തതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഇനി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെവലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഡെയിലി പ്രീവിയസ് ഇയർ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളൊരു റൗണ്ട് പഠിച്ചു കഴിയുമ്പോൾ PSCയുടെ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, SSCയുടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. പിന്നെ നിങ്ങൾ AEയുടെ ക്വസ്റ്റ്യൻസും കൂടെ ഓവർസിയർ ലെവലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യുക. കാരണം എന്താണ്, ഇപ്പോൾ എക്സാം കുറച്ചുകൂടെ ലെവൽ കൂടി വരുന്നതുകൊണ്ട് AEയുടെ പ്രീവിയസ് ഇയറും കൂടെ നിങ്ങൾ പഠിക്കണം. അപ്പം 3 ലെവലായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ആദ്യം PSCയുടെ പ്രീവിയസ് ഇയർ, പണ്ടത്തെ കുറച്ചൊരു 10 വർഷം മുൻപ് നടന്ന എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ആ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ തുടങ്ങുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തുക. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രീവിയസ് ഇയർ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓവർസീ ലെവൽ ചെയ്യുക, പിന്നെ SSC JEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, പിന്നെ AE ലെവൽ എക്സാമിൻ്റെ ചെയ്യുക. അങ്ങനെ 3 തട്ടായിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എന്ന് അറിയാത്തതൊക്കെ നമ്മളൊരു ബുക്കിലേക്ക് മാറ്റി എഴുതുക വഴി നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടുമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് പഠനം ഈസി ആക്കാൻ വേണ്ടി പറ്റും. പിന്നെ ചില വാല്യൂസൊക്കെ നമ്മൾ എത്ര തവണ കണ്ടാലും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവില്ലേ, അല്ലെങ്കിൽ മാറി പോകുന്ന വാല്യൂസ് ഉണ്ടാവും. അങ്ങനത്തെ വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ നിങ്ങൾ താമസിക്കുന്ന റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെയിലി ചിലപ്പം കിച്ചണിൽ കയറുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയാസ് ഉണ്ടാവില്ലേ, അവിടെ കൊണ്ടുപോയി അങ്ങ് പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു വാല്യൂ കണ്ട് നമ്മുടെ മൈൻഡിൽ പതിഞ്ഞോളും. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഡെയിലി ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഈ ഇക്വേഷൻസ് ഒക്കെ പേസ്റ്റ് ചെയ്ത് വെക്കുക, ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വെക്കുക. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരിയൊക്കെ വരുമായിരിക്കും, പക്ഷേ അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് റിവിഷനിലും അല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് ഈ വാല്യൂസൊക്കെ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാക്കുന്ന ഒരു ഘടകമാണത്. അതേപോലെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നവരായിരിക്കും, അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമ്മളെ നോട്ട്സോ അല്ലെങ്കിൽ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലേ, നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ടൈമിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കുറച്ച് സമയം ക്ലാസ്സൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അറിയാതെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ റിവൈസ്ഡ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയൊക്കെ റിവിഷനും കൂടെ ചെയ്യുക വഴി നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 3-4 months
ഉള്ള നമുക്ക് പ്രിപ്പയർ ചെയ്യാനെങ്കിലും അല്ലെങ്കിൽ ഒരു 4 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ആരും അതിലൊരു കൺഫ്യൂഷൻ വിചാരിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, ഒരു സബ്ജക്റ്റ് തിയറി ഫുള്ള് പഠിക്കും, അടുത്ത സബ്ജക്റ്റ് എടുക്കും, റിവിഷൻ ചെയ്യില്ല, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് എക്സാം ബുദ്ധിമുട്ടാവുന്നത്. എന്നിട്ട് നമ്മൾ പരാതി പറയും, അയ്യോ ഞാൻ മൊത്തം പഠിച്ചു പക്ഷേ എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. നിങ്ങൾ തിയറി പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, തറവായിട്ട് റിവിഷൻ ചെയ്യുക. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അടുത്ത PWD ഇറിഗേഷൻ ഓവർസിയർ ലിസ്റ്റിൽ നിങ്ങളും ഉണ്ടാവും. അതേപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഫ്രീ കണ്ടൻസ് ഒക്കെ ഉണ്ട്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഓൾ.